നീണ്ടകാലത്തെ തേജസുറ്റ തിളക്കത്തിനൊടുക്കം മലയാള സിനിമയിലെ മറ്റൊരു സൂര്യൻ കൂടെ ചക്രവാളങ്ങളിൽ അസ്തമനം പൂകി. സിനിമ എന്ന സ്വപ്നം കാണാൻ ആയിരം ചെറുപ്പക്കാർക്ക് ഊർജം നൽകിയ ശ്രീനി ഇനിയില്ല. ബാക്കിയാവുന്നത് മലയാള സിനിമയുടെ അടയാളമായി മാറിയ 200-ൽ പരം സിനിമകളും കഥാപാത്രങ്ങളും അതിലേറെ ഉള്ളിൻ്റെ ഉള്ളിൽ വിത്തുപാകിയിട്ട ചിന്തകളുമാണ്. ശ്രീനി എന്ന രണ്ടക്ഷരത്തിന്റെ ചൂടും ചൂരുമേറ്റുരുക്കിയെടുത്തതാണ് ഇന്ന് കാണുന്ന മലയാള സിനിമ. നാടിന്റെ ജീവൽ സ്പന്ദനങ്ങൾക്ക് കാതോർത്ത് മഞ്ഞുമൂടിയ പാടവരമ്പുകളിലൂടെ കാലൻകുടയിൽ ഊന്നി കടന്നുപോകുന്ന യാത്രക്കാരനെ പോലെ ഉത്സാഹിയായിരുന്നു ശ്രീനിവാസ കഥകൾ. മണ്ണിലിഴ ചേർന്ന് നന്മയ്ക്ക് കുട പിടിച്ച മനുഷ്യനും സത്യൻ അന്തിക്കാടും ചേർന്ന് നെയ്ത കഥകൾ ഇനി എത്ര നാൾ മാഞ്ഞാലും നെഞ്ചിലൊരു കുളിരായി തുടരും. TP ബാലഗോപാലൻ MA തുടങ്ങി ഞാൻ പ്രകാശനിൽ വരെ എത്തി നിന്ന ദ ഗോൾഡൻ ഏജ് സ്റ്റോറീസ്. പണ്ടെങ്ങാണ്ട് ശരിക്കു പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയോളം പണ്ട് പ്രപഞ്ചത്തിനും അധിപനായി ഒരു പൊന്നു തട്ടാനുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ആരോരും അറിയാതെ ആകാശത്തിന്റെ അങ്ങേ കോണിൽ ഒരു പൊന്മുട്ടയിട്ടു എന്ന നരേറ്റീവ് അവസാനിക്കുന്നിടത്ത് പൊൻസൂര്യൻ ഉദിച്ചു പൊങ്ങുമ്പോഴാണ് പൊന്മുട്ടയിടുന്ന താറാവ് തുടങ്ങുന്നത്. അത്ര സുന്ദരമായിരുന്നു ശ്രീനിവാസൻ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ട്. അഡൾട്രേറ്റഡ് കണ്ടന്റുകളിൽ അഭയം പ്രാപിച്ച മലയാള സിനിമയെ കുടുംബ ബന്ധങ്ങളിലേക്കും സാമൂഹിക വിഷയങ്ങളിലേക്കും റിയലിസ്റ്റിക് ആൻഡ് സർക്കാസ്റ്റിക് നരേറ്റീവുകളുടെ പിൻബലത്തോടെ വഴിതിരിച്ചു വിടുകയായിരുന്നു അവരുടെ സിനിമകൾ. പറയാൻ കൈനിറയെ കഥകൾ ഉണ്ടായിരുന്നു എന്നതാണ് അതിലെ മുഖ്യ ഹേതു. ശ്രീനിയുടെ കയ്യിൽ ഡീറ്റെയിൽഡ് തിരക്കഥയുണ്ടായിരിക്കും. ഷൂട്ടിനു മുൻപ് തന്നെ ഞങ്ങൾ ദീർഘനേരം അത് ചർച്ച ചെയ്യുകയും കാര്യങ്ങൾ സ്ക്രിപ്റ്റിനൊപ്പം നോട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഷൂട്ടിന് പോകുമ്പോൾ എനിക്ക് യാതൊരു ടെൻഷനുമില്ല. സെറ്റിൽ ശ്രീനി കാണും. അവിടെ ഇരുന്നാണ് ഡയലോഗുകൾ എഴുതുക എന്ന് സത്യൻ അന്തിക്കാട് ഓർക്കുന്നു. ഒരു ജനറേറ്ററിന്റെ പിന്നിലായി കസേരയിട്ട് ഷൂട്ടിന് തൊട്ടു മുൻപ് അങ്ങനെ സത്യൻ അന്തിക്കാടിന് വായിക്കാൻ കൊടുത്ത ഡയലോഗായിരുന്നു പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന ക്ലാസിക് ഐറ്റം. അത്ര കുറഞ്ഞ നേരം കൊണ്ട് കുറഞ്ഞ വാക്കിൽ ശ്രീനി വലിയ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. 1986-ൽ 3 സിനിമകളാണ് ഇരുവരും ഒന്നിച്ച് ചെയ്തത്. 3-ലും നായകൻ മോഹൻലാൽ. TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. 3ഉം ഗംഭീര ഹിറ്റ് എന്നതു മാത്രമല്ല, ചെറിയൊരു ഫ്രെയിം കണ്ടാൽ പോലും ഇന്നും മലയാളി തിരിച്ചറിയുന്ന ചിത്രങ്ങൾ. തൊട്ടടുത്ത വർഷം മലയാള സിനിമയിലെ എക്കാലത്തെയും സെലിബ്രേറ്റഡ് ട്രയോളജി നാടോടിക്കാറ്റും പട്ടണപ്രവേശവും. അക്കരെ പ്രിയദർശനെ ഏൽപ്പിച്ചു. ഇന്നും ദാസനും വിജയനും നമ്മൾ ഓരോരുത്തരും അടുത്തറിയുന്ന, നമ്മുടെ ഒരംശമെങ്കിലും അവശേഷിക്കുന്ന കഥാപാത്രങ്ങളാണ്. എടാ വിജയ എന്ന് വിളിക്ക്, എന്താടാ ദാസ എന്ന് മറുപടി നൽകാൻ ഇപ്പുറം ശ്രീനി ഇല്ലാതാവുന്നോളം വേദന മറ്റൊന്നില്ല. വരവേൽപ്പ്, തലയണമന്ത്രം, സന്ദേശം, മൈഡിയർ മുത്തശ്ശൻ, ഗോളാന്തര വാർത്ത, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, നരേന്ദ്രൻ മകൻ, ജയകാന്തൻ വക, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തുടങ്ങി സത്യനൊപ്പം ശ്രീനി ചേർന്നു നെയ്ത സിനിമകൾക്ക് പ്രായത്തിന്റെ പഴക്കമില്ല. അവിടെയെല്ലാം ശ്രീനിവാസൻ ഐക്കോണിക്കായ കഥാപാത്രങ്ങൾക്ക് കൂടെ രൂപമായി. ഈശ്വര ഭഗവാനെ, അച്ഛൻ ഒന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച തൊട്ടടുത്ത നിമിഷം അയാളെ ഞാൻ കോടതി ഏറ്റുമെന്ന് പറഞ്ഞ ഗോപിയേട്ടൻ മുതൽ വരവേൽപ്പിലെ കണിശക്കാരനായ വെഹിക്കിൾ ഇൻസ്പെക്ടറായി വരെ ശ്രീനി കഥാപാത്രങ്ങളിൽ നിറഞ്ഞാടി. അപ്പോഴും രഘുനാഥ് പരേരയുടെ കഥയിൽ സത്യൻ അന്തിക്കാട് ഒരുക്കിയ പൊന്മുട്ടയിടുന്ന താറാവിലെ തട്ടാൻ ഭാസ്കരന്റെ തട്ട് താണ് തന്നെയിരുന്നു. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല എന്ന വിചിന്തനത്തിലേക്ക് ചേക്കുമാറിയ ഭാസ്കരൻ ഒരു തരി ചെമ്പില്ലാത്ത തനിത്തങ്കം കണ്ടെത്തുന്നിടത്താണ് പൂർണ്ണനായത്. അന്നത്തെ സൗന്ദര്യ സങ്കല്പങ്ങളുടെ അവസാന വാക്കായിരുന്ന ജയറാം എന്ന യുവനടനെ സൈഡിലാക്കിയാണ് ശ്രീനിവാസൻ നായകന്റെ പൊൻകുപ്പായം അണിഞ്ഞത്. ഒരു അഭിമുഖത്തിൽ ഏറ്റവും സുന്ദരനായ നായകനാരാണ് എന്ന ചോദ്യത്തിന് ഉർവശി നൽകുന്ന മറുപടി അത് ശ്രീനിയേട്ടനാണെന്നാണ്. ഏത് ചോക്ലേറ്റ് ഹീറോ ഉണ്ടായിരുന്നപ്പോഴും അവരെക്കാൾ വാല്യൂ ഉണ്ടായിരുന്നു ശ്രീനിവാസന്. ജാതീയത കുലം കുത്തി വാണിരുന്നു എന്ന് പറഞ്ഞ അതേ മലയാള സിനിമയിൽ അയാൾ ജാതി വർണ്ണ വേർതിരിവുകളെ ഹാസ്യായുധവുമായി നേരിട്ടു. സ്വന്തമായി സ്ഥാനമുണ്ടാക്കിയെന്നു മാത്രമല്ല, കാലം എത്ര മാറി വന്നിട്ടും ശ്രീനിവാസനെ പോലെ ഒരാളെന്ന തുലനം ചെയ്യാൻ പോലും മറ്റൊരാളില്ലാത്ത വിധം വാണു. പിറകെ വന്ന തലമുറകൾ പലതും സിനിമയെ ദാഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനാദ്യ പടിയിട്ടവരിൽ മുൻപിലുണ്ട് ശ്രീനിവാസൻ. പ്രിയപ്പെട്ട ശ്രീനി, സിനിമയ്ക്കൊപ്പം സ്വപ്നം കാണാൻ ഊർജമായതിന് നന്ദി. റസ്റ്റ് ഇൻ സിനിമ കോമ്രേഡ്. ഇനി സിനിമ സംസാരിക്കട്ടെ.